പ്രശ്നം കേട്ടോ. SDPI പിളർപ്പിലേക്കാണോ? പുതിയൊരു സംസാരം അത്തരത്തിൽ വരികയാണ്. അവരൊരു പുതിയൊരു മുന്നണി രൂപീകരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നാണെന്ന് തോന്നുന്നു ആ മീറ്റിംഗ് നടന്നത് അല്ലേ? എന്തൊക്കെയാണ് SDPI നമ്മുടെ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് നിരോധിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സംഘടനയാണ്. പക്ഷേ അന്ന് അവർ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടുമാണ് അവരെ അന്ന് നിരോധനത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത്. പക്ഷേ അവർ വളരെയധികം കർശനമായ നിരീക്ഷണത്തിലാണ്. മാത്രമല്ല വേറെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് കേരളത്തിൽ ഒരു ചെറിയ ശതമാനം പോലും ജനങ്ങളുടെ ഇടയിൽ അവർക്കൊരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയില്ല. അവരുടേതായ ഒരു സംവിധാനത്തിനകത്ത് അവർ ചില ഇതൊക്കെ നേടുന്നു, ചില സീറ്റുകളിൽ ജയിക്കുന്നു, ലോക്കൽ ബോഡിയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ചില സീറ്റുകളിൽ ജയിക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ അവരുടെ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് അവർ ഈ കോഴിക്കോട് അവരുടെ സംസ്ഥാന പ്രതിനിധി സഭയൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്തൊരു വലിയ ചർച്ച വന്നു. അതായത് അവർക്ക് നേരിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി പല സ്ഥലങ്ങളിലും ജയിപ്പിക്കാൻ പറ്റത്തില്ല. ഏതാനും ചില സ്ഥലത്ത് 1 സീറ്റ് 2 സീറ്റ് ഒക്കെ ജയിച്ചു വരുന്നു. അവിടെയൊക്കെ അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ LDFനെ പിന്തുണയ്ക്കും, അല്ലെങ്കിൽ UDFനെ പിന്തുണയ്ക്കും. ചില സ്ഥലത്ത് BJPയുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെ LDFനെയോ UDFനെയോ പിന്തുണയ്ക്കുന്നുണ്ട്. അങ്ങനെ ചില പഞ്ചായത്ത് ഭരണം ഒക്കെ വന്നിട്ടുണ്ട്. ചില സ്ഥലത്ത് BJP പിന്തുണയോടുകൂടി പിന്നെ LDF ഭരിക്കുന്നു, അല്ലെങ്കിൽ UDF ഭരിക്കുന്നതുമുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് പറഞ്ഞതുപോലെ 1 സീറ്റിൻ്റെ കുറവ് 2 സീറ്റിൻ്റെ കുറവൊക്കെ വരുമ്പം ഈ SDPIയുടെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു വന്നിരിക്കുന്ന ഒരാൾ കാണും. ചിലപ്പോൾ ഈ ആൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് പിന്തുണ വേണ്ടി വന്നാൽ കൊടുക്കും. ഇതൊക്കെ രാഷ്ട്രീയമാണ്. പിന്നെ ഈ ഒരാളിൻ്റെ പിന്തുണ കൊണ്ട് പഞ്ചായത്ത് ഭരണം കുഴപ്പത്തിലാകാതെ നടന്നു പോകുമെങ്കിൽ അതൊക്കെ ആ പിന്തുണ സ്വീകരിക്കുകയൊക്കെ ചെയ്യും. രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനത്തെ ഒരു എന്താ പറയണ്ടേ സദാചാരനിഷ്ഠമായ മാനദണ്ഡങ്ങളൊന്നുമില്ല. അത് ആര് പിന്തുണച്ചാലും സ്വീകരിക്കും. പണ്ട് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാണ് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അന്ന് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ NDFൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് MK മുനീർ സാഹിബ് പറഞ്ഞു. നമ്മുടെ സാക്ഷാൽ CH മുഹമ്മദ് കോയയുടെ മകൻ MK മുനീർ, ഡോക്ടർ MK മുനീർ MLA. അന്ന് അദ്ദേഹം MLA അല്ല, അദ്ദേഹം 2006 തോറ്റ് നിയമസഭയിൽ ഇല്ലാത്ത കാലമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും മുസ്ലിം ലീഗിന് വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും ഒന്നും വോട്ട് വേണ്ട എന്ന് പറഞ്ഞു. അപ്പം അന്ന് PK കുഞ്ഞാലിക്കുട്ടി അന്ന് പറഞ്ഞു അങ്ങനെയല്ല, വോട്ട് ഒരാളിൻ്റെ ഇഷ്ടമാണ്, അത് ആർക്ക് ചെയ്താലും അയാളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഒരാൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ എന്തിനു വേണ്ടെന്ന് പറയണം? ഞങ്ങൾ വേണ്ടെന്ന് പറയില്ല. ആരുടെ വോട്ട് കിട്ടിയാലും സ്വീകരിക്കും. പക്ഷേ ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, ആ നിലപാടിലേ ഞങ്ങൾ നിൽക്കുകയുള്ളൂ, അത് വിട്ടുപോകത്തില്ല. അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയമാണ്. ഇവിടെയും ഇപ്പോൾ SDPIക്ക് സംഭവിച്ചിരിക്കുന്ന അതാണ്. അവർക്ക് നേരിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് വിജയിച്ച് വരാനുള്ള ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ ഇല്ല. പ്രത്യേകിച്ചും നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയതോടുകൂടി അവരെ വലിയ ഭയത്തോടെയാണ് ജനം കാണുന്നത്, പോപ്പുലർ ഫ്രണ്ടിനെ മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ മുഖത്തിനോടും ആ ഒരു അകൽച്ച, അല്ലെങ്കിൽ ഒരു അയിത്തം, ഒരു അസ്പൃശ്യത അവർ കാണിക്കുന്നുണ്ട്, ജനം കാണിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ശരിയാണ്, ചില മത്സരിക്കുന്ന വ്യക്തിയുടെ വ്യക്തിത്വം കൊണ്ടോ അല്ലെങ്കിൽ ആ ആളിൻ്റെ സ്വഭാവ സവിശേഷത കൊണ്ടോ മഹിമ കൊണ്ടോ ഒക്കെ ജയിച്ചു പോയേക്കാം. പക്ഷേ മൊത്തത്തിലൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് വിചാരിച്ചതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല, ജനകീയ പിന്തുണ നേടാൻ സാധിക്കുന്നില്ല. അവർ പല സമരങ്ങളിലും പങ്കെടുക്കാനൊക്കെ നോക്കി, പക്ഷെ ഒന്നും വിജയിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഒരു എൻട്രി കിട്ടിയിട്ടില്ല കേരള സമൂഹത്തിൽ. ചുവപ്പും പച്ചയും കൂടി ചേർന്നതാണ് അവരുടെ കൊടി. അവരുടെ തത്വശാസ്ത്രമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതൊക്കെ തോന്നും. പക്ഷെ ഈ കൈവെട്ടാണ് അവരുടെ രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കാൻ അവരുടെ പ്രവൃത്തി കണ്ടാൽ മതി. അതൊക്കെ ഒളിച്ചു കടത്താണ്. അതെ. അപ്പോൾ അവരിപ്പോൾ ഒരു പുതിയ നീക്കമല്ല വാസ്തവത്തിൽ. അത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവർ പിന്തുടരുന്നുണ്ട്. അവർക്ക് മനസ്സിലായി ഇനി ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് പിടിച്ചു കയറാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അവരെന്ത് ചെയ്തു? ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF, എന്നിട്ട് അതിനൊരു കാരണം പറയും BJPയെ തോൽപ്പിക്കാൻ വേണ്ടി. ഉദാഹരണം, നിയമസഭാ മണ്ഡലത്തിൽ അവർക്ക് ഏതാണ്ട് ഒരു 10,000 വോട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അവിടെ 10,000-ൽ കൂടുതൽ മുസ്ലിം വോട്ടുണ്ട്.
ഈ മുസ്ലിം വോട്ടെല്ലാം ഞങ്ങളുടേതാണ് എന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിയുള്ളവർക്ക് സാധിക്കില്ല, അരിയാഹാരം കഴിക്കുന്നവർക്കൊന്നും സാധിക്കില്ല. ഇരിക്കട്ടെ, എന്തായാലും അവർ പറഞ്ഞു ഞങ്ങൾക്ക് 10,000 വോട്ടുണ്ട്, അത് ഞങ്ങൾ BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്തവണ LDFന് കൊടുത്തു എന്നാണ് 2021 പറഞ്ഞത്. 2016 അവിടെ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി ശിവൻകുട്ടി അന്ന് BJPയുടെ O രാജഗോപാലനോട് പരാജയപ്പെട്ടതാണ്. അപ്പോൾ ഇത്തവണ BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി, ഇത്തവണ കുമ്മനം രാജശേഖരനായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ സ്വമേധയാ LDFന് വോട്ട് കൊടുത്തു എന്നാണ് അവർ പറഞ്ഞത്. LDF അവരുടെ അടുത്ത് വോട്ട് ചോദിച്ചിട്ടില്ല, ഞങ്ങൾക്കങ്ങനെ SDPIയുടെ വോട്ട് വേണ്ട എന്നൊന്നും അസന്നിഗ്ധമായിട്ട് LDF പ്രഖ്യാപിക്കുകയൊന്നും ചെയ്തില്ല. ആരുടെ വോട്ട് കിട്ടിയാലും സ്വീകരിക്കും, ജയമാണ് അവിടെ പ്രധാനം. ഇവിടെ അതുപോലെ തന്നെ ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിയെ പിന്തുണയ്ക്കാം, അങ്ങനെ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിന്ന് പതുക്കെ മുന്നണിക്കുള്ളിൽ കടന്നു കയറാം. ഒരു നിശ്ചിത വോട്ടും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ കയറാമല്ലോ. അപ്പോൾ അവരത് ഒരു വിഭാഗം പറഞ്ഞു LDFനെ പിന്തുണയ്ക്കണം, വേറൊരു വിഭാഗം പറഞ്ഞു UDFനെ പിന്തുണയ്ക്കണം. ഇങ്ങനെ ഒരു വടംവലി ഇതിനകത്ത് നടക്കുകയാണ്. അപ്പോൾ LDFനെ പിന്തുണയ്ക്കണോ UDFനെ പിന്തുണയ്ക്കണോ, ഇങ്ങനെ രണ്ട് വിഭാഗം ഇതിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. അതിനെ ഒരു വിഭാഗീയതയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, എങ്കിലും ഈ പറഞ്ഞതുപോലെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവരുടെ ഉള്ളിൽ ഈ രണ്ട് അഭിപ്രായം വന്നിരിക്കുന്നു എന്നാണ്. ആ രണ്ട് അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ചേരി തിരിഞ്ഞ് ചർച്ചയൊക്കെ നടന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ, അവർ LDFനെ പിന്തുണച്ചാലും UDFനെ പിന്തുണച്ചാലും നമുക്ക് വിഷയമൊന്നുമല്ല. അത് ഇനിയിപ്പോൾ നാളെ അവർ BJPയെ പിന്തുണച്ചാലും നമ്മളെ സംബന്ധിച്ചൊന്നും പറയാനില്ല. ഈ കാശ്മീരിലൊക്കെ ജമാഅത്ത് ഇസ്ലാമി BJPയുടെ മുന്നണിയിൽ നിന്നാണ് മത്സരിച്ചത്, അതുകൊണ്ട് രാഷ്ട്രീയമാണ്, ഒന്നും പറയാനൊന്നും പറ്റില്ല ഇതൊന്നും. പിന്നെ അതിനകത്ത് പുതിയൊരു ചർച്ച കൂടെ വന്നു. അതായത് ഇവരെ പോലെയുള്ള കുറച്ച് പാർട്ടികളുണ്ട് കേരളത്തിൽ മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനം കിട്ടാത്ത. PDP, INLന് ഇപ്പം ഒരു ചെറിയ ഇത് കിട്ടി, LDF ഒരു ചെറിയ ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനും വലിയതൊന്നുമില്ല. അവിടെ ഒരു എന്താ പറയുക, ഒരു ജന്മി കുടിയാനോട് പെരുമാറുന്ന പോലെയാണ് അവിടുത്തെ കഥകളെന്നാണ്. LDFനുള്ളിൽ INLനോട് പെരുമാറുന്ന വിധം അങ്ങനെയൊക്കെയാണെന്ന് കേൾക്കുന്നു. പിന്നെ BSP, നമ്മുടെ മായാവതിയുടെ പാർട്ടി, അതും കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി ഇപ്പം മുസ്ലിം ലീഗിൻ്റെ ഭാഗമായിട്ട് UDFനോട് അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും UDFിലോട്ട് ഒരു പ്രവേശനം കിട്ടി, പൂർണ്ണമായിട്ടും കിട്ടി, അവർക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ട്, ഒരു അംഗീകാരം അതിനകത്തുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസ്സിന് അത്ര താല്പര്യമില്ല അവരോട്. പിന്നെ പണ്ട് വെൽഫെയർ പാർട്ടിയുടെ പിന്നെ മാതൃസംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് വിഭാഗം സിമി, അത് നിരോധിക്കപ്പെട്ടതാണ്. ആ സിമിയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന പല ആൾക്കാരും ഇന്ന് കോൺഗ്രസ്സിലും CPMലും ഒക്കെ ഉണ്ട്. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. ചിലരൊക്കെ MLAമാരാണ്, ചിലർ MPമാരാണ്, അങ്ങനെ അത് മുസ്ലിം ലീഗിലും ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ SDPIയെ സംബന്ധിച്ച് അവരൊരു പുതിയ ഒരു ചർച്ച അതിനകത്ത് നടന്നത്, ഈ ചെറിയ പാർട്ടികളെ ഈ അസ്പൃശ്യതയോടുകൂടി മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാനാകാതെ നിൽക്കുന്ന ഈ എന്താ പറയുക, തീവ്രവാദ സ്വഭാവം ചാർത്തപ്പെട്ട് ജനങ്ങൾ ഒതുക്കി നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതപ്പെടുന്ന പാർട്ടികൾ, ഈ PDP, INL, വെൽഫെയർ പാർട്ടി, അതിൻ്റെ കൂട്ടത്തിൽ ഒരു BSP, ഒരു ജാതി സംഘടനയുടെ അല്ലെങ്കിൽ സ്വഭാവം കാണിക്കുന്ന ഒരു പാർട്ടിയാണ് BSP. പട്ടികജാതിക്കാരുടെയും പട്ടികവർഗ്ഗക്കാരുടെയും ഉന്നമനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണത്. മായാവതിയാണ് അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും. അങ്ങനെയുള്ള ഈ ഇവരുമെല്ലാം ആയിട്ട് ചേർന്ന് ഒരു 4ാം മുന്നണി ഉണ്ടാക്കണം എന്നൊരു അഭിപ്രായവും ഈ പ്രതിനിധി സഭയിൽ ഉയർന്നു വന്നു. ഇങ്ങനെ ഒരു വലിയ ചർച്ച നടന്നിട്ടുണ്ട്. എന്തായാലും ഇത് കാരണം ഈ പറഞ്ഞ പാർട്ടികളൊക്കെ ഇവരുമായിട്ട് ശരിക്കും ചേരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിനുള്ള അതേ സ്വഭാവം പിന്തുടരുന്നവരാണ്. അങ്ങനെ ഏതാണ്ട് സമാനം. അതിൽ BSPയെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവരും ഒരേ തൂവൽ പക്ഷികളാണ്. ഇത് നമ്മുടെ ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അന്വേഷണ ഏജൻസികൾ ഇത് പരിശോധിക്കും. ഇവിടെയും ഇവരുടെ നീക്കങ്ങളും ഇവരുടെ ചർച്ചകളും എല്ലാം രഹസ്യാന്വേഷണ വിഭാഗവും ഇവരുമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഇവർ പരിശോധിച്ചിട്ടുണ്ട്, അവരതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. എന്താണ് ഇവരുടെ ഉള്ളിൽ സംഭവിക്കാൻ പോകുന്നത്, ഇവരെന്തൊക്കെ ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ തീർച്ചയായിട്ടും അന്വേഷിക്കും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇങ്ങനൊരു വാർത്ത കിട്ടി, അതുകൊണ്ടാണ് അതൊന്ന് വിശകലനം ചെയ്തത്. അപ്പോൾ SDPI സത്യത്തിലൊരു
ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. എങ്ങോട്ട് പോകണം, തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ എന്നറിഞ്ഞൂടാ. തെക്കോട്ട് പോകാനും കുറച്ച് പേര് പറയുന്നു, അല്ല വടക്കോട്ട് പോയാൽ മതി എന്ന് മറ്റു ചിലർ പറയുന്നു. അങ്ങനെ ഒരു രണ്ടഭിപ്രായത്തിൽ നിൽക്കുന്നു. എന്നാൽ സ്വയം മുന്നോട്ട് വന്ന് മത്സരിച്ച് ഒരു എന്താ പറയുക, കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് അവർ പല തിരഞ്ഞെടുപ്പിലും മത്സരിച്ചു. പക്ഷെ അപ്പോഴൊക്കെ അവർക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. കെട്ടിവെച്ച കാശ് തന്നെ പലയിടത്തും കിട്ടിയില്ല. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളും അങ്ങനെയുള്ള അനുഭവങ്ങളും അവർക്കുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് അവരിങ്ങനെ ചർച്ച ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കിട്ടിയ വിവരം. അത് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നു. SDP-യുടെ ആത്യന്തിക ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രമാണോ? അത് ഇപ്പോൾ വിദേശ സഹായം ഒക്കെ പോപ്പുലർ ഫ്രണ്ടിന് കിട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളൊക്കെ പലതും പുറത്തു വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ രാഷ്ട്രീയ മുഖമാണ് എന്ന് അറിയപ്പെടുന്ന, അങ്ങനെ എല്ലാവരും SDP പറയും ഞങ്ങൾ സ്വതന്ത്ര സംഘടനയാണ്, ആരുടെയും കീഴിലല്ല എന്നൊക്കെ പറയും. പാവപ്പെട്ടവർക്ക് വേണ്ടി, തൊഴിലാളി വർഗത്തിന് വേണ്ടി എന്നൊക്കെ പറയും. പിന്നെ അധകൃതർക്ക് വേണ്ടി, അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ വേണ്ടി ഒക്കെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എന്നൊക്കെ അവർ പറയും. പക്ഷെ ആത്യന്തികമായിട്ട് അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗമാണെന്നുള്ളത് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്നു. കഴിഞ്ഞ ലോക്സഭയിലൊക്കെ കോൺഗ്രസിനാണ് പിന്തുണ കൊടുത്തത് കേരളത്തിൽ. അതുപോലെ പിണറായി വിജയൻ പറയുന്നു SDP-ആയിട്ട് ലീഗിന് SDP-ആയിട്ട് ധാരണയുണ്ടെന്ന് പറയുന്നു. പക്ഷേ പിണറായി വിജയനും SDP-യുടെ സഹായം കിട്ടിയിട്ടുണ്ട്. അത് വ്യക്തമാണല്ലോ. അവർ തന്നെ പറഞ്ഞല്ലോ, നിയമത്തെ ഞങ്ങൾ CPM-നെയാണ് സഹായിച്ചത്, ഞങ്ങൾ CPM-നാണ് വോട്ട് കൊടുത്തത് എന്ന് പറഞ്ഞു. കേരളത്തിലെ പല മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും CPM ഭരിക്കുന്നത് ഈ SDP-യുടെ പിന്തുണ കൊണ്ടാണ്. അപ്പോൾ അതല്ല എന്നൊക്കെ അവർ മേനി നടിക്കുമെങ്കിലും വാസ്തവം അതൊന്നുമല്ല. എന്തായാലും ഇരിക്കട്ടെ. ഈ ഒരു ഗൗതം ചോദിച്ച ചോദ്യത്തിനൊരു പ്രസക്തിയുണ്ട്. ഒരു മതരാഷ്ട്രവാദം തന്നെയാണ് ആത്യന്തികമായ അവരുടെയും ലക്ഷ്യം. അതൊരു ജനാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയാണ് എന്ന് നമുക്കിപ്പോഴും പറയാറായിട്ടില്ല. ഇനി വരും കാലങ്ങളിൽ അവർ തെളിയിക്കട്ടെ അങ്ങനെയാണോ അല്ലയോ എന്നൊക്കെ. എന്തായാലും ജോസഫിൻ്റെ കൈവെട്ടിയതോടുകൂടി ലോകർക്കെല്ലാം മനസ്സിലായി ഇവരുടെ സ്വഭാവം, യഥാർത്ഥ സ്വഭാവം എന്താണ്. ഇപ്പോൾ അവർ വാസ്തവത്തിലൊരു പ്രതിസന്ധി നേരിടുകയാണ്. അവർക്ക് നേരിട്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല, രാഷ്ട്രീയത്തിൽ ഇറങ്ങി കളിക്കാനും പറ്റുന്നില്ല. അതേസമയം LDF-നെ പിന്തുണയ്ക്കണോ UDF-നെ പിന്തുണയ്ക്കണോ എന്നൊരു വടംവലിയും. കാത്തിരുന്ന് കാണാം ഇതെങ്ങോട്ട് പോകും.